ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ആട്ടുകാൽക്കിഴങ്ങിൻ്റെ ചെടി. ഇതിനടിയിലായിട്ടാണ് കാ വരുന്നത്. ഞാൻ പറയാം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. മുട്ടുവേദന, ശരീരവേദന, എല്ലാവിധ ജോയിൻറ്റുകളിലുള്ള വേദനകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ പെട്ടെന്ന് മാറും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ആട്ടുങ്കൽ കിഴങ്ങ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, ശകലം കുരുമുളക്, പിന്നെ അല്പം ഉപ്പും ഒരു കൊച്ചു ടീസ്പൂണിൽ മുളക് പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഓക്കെ, ഇതാ ഇങ്ങനെ കിട്ടും. ഇതിനെയാണ് നമുക്കിനി സൂപ്പ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിപ്പോൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന ആട്ടുകൾ കിഴങ്ങ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതാ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആട്ടുംകാൽ സൂപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഔഷധത്തിൻ്റെ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അത് ഫലം ഉണ്ടാവും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇത് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ ആരും ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ശരീരവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.